വിശദമായ വാർത്തകൾ നോക്കാം. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദം പുതിയ വഴിത്തിരിവിലേക്ക്. സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിന് അപ്പുറം നവജാത ശിശുവിന്റെ അനധികൃത കൈമാറ്റവും നടന്നതായി വ്യക്തമായി. ഗായകൻ അനൂപ് ജി കൃഷ്ണൻ ആശുപത്രിയിലെത്തി ജനന സർട്ടിഫിക്കറ്റ് കൈപ്പറ്റുന്ന ദൃശ്യം അധികൃതർക്ക് ലഭിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗണേഷ് മോഹന്റെ നിർദ്ദേശപ്രകാരമാണ് ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്ന് സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ പറഞ്ഞു. എന്നാൽ സൂപ്രണ്ട് ആരോപണങ്ങൾ നിഷേധിച്ചു. മെഡിക്കൽ കോളേജിൽ 5 മാസം മുമ്പ് ജനിച്ച പെൺകുഞ്ഞിനെ പ്രസവത്തിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അനൂപ് കൃഷ്ണനും ഭാര്യയ്ക്കും കൈമാറുകയായിരുന്നുവെന്നാണ് വിവരം. കുട്ടിയെ സ്വന്തം പേരിലാക്കുന്നതിന്റെ ഭാഗമായാണ് വ്യാജരേഖ ചമച്ചത്. ആശുപത്രിയിൽ വെച്ച് അനിൽകുമാറിൽ നിന്നും അനൂപ് ജനന സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന CCTV ദൃശ്യങ്ങൾ അധികൃതർക്ക് ലഭിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഗണേഷ് മോഹന്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്ന് സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വ്യക്തമാക്കി. വഴിവിട്ട നിരവധി കാര്യങ്ങൾ സൂപ്രണ്ടിന് ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുടെ PS-ന്റെ മകൾക്ക് അനധികൃതമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെന്നും അനിൽകുമാർ വെളിപ്പെടുത്തി. ഞാൻ ക്രൂശിക്കപ്പെടുകയാണ് അവിടെ. എന്നെ ഇത് ഏൽപ്പിച്ചത് എനിക്ക് അനൂപിനെ അറിയത്തില്ല. അനൂപിനെ എന്നെ പരിചയപ്പെടുത്തിരുന്നത് എല്ലാം അവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടാണ്. ഞാൻ അയാൾ പറയുന്നതാണ് ചെയ്യുന്നത്. പക്ഷേ വിഷയം വന്നപ്പോൾ ഞാൻ സസ്പെൻഷനിലായി. മുഴുവൻ വിഷയങ്ങളിലും എന്നിലേക്ക് വരുന്നു. ഞാൻ ഒറ്റപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സൂപ്രണ്ട് ഗണേഷ് മോഹൻ പ്രതികരിച്ചു. തട്ടിപ്പ് പിടികൂടിയത് താനാണ്. രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അനിൽകുമാർ കാലുപിടിച്ചു. രഹന സംഭവം ഉചിതമായ സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ല. സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് രഹന തന്നോട് കള്ളം പറഞ്ഞതായും ഗണേഷ് മോഹൻ പറഞ്ഞു. അനിൽകുമാർ കാലുപിടിക്കുന്ന CCTV ദൃശ്യങ്ങളും ആശുപത്രി പുറത്തുവിട്ടു. ഇത്രയും ഗുരുതരമായൊരു തെറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ ഞാൻ സംരക്ഷിക്കാത്തതിന്റെ വൈരാഗ്യം അദ്ദേഹം ഒരു പുകമറ സൃഷ്ടിച്ച് എന്നിലേക്ക് നീട്ടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. ഈ ആരോപണം തികച്ചും വ്യാജമാണ്. ഇത് പൊതുസമൂഹം വിശ്വസിക്കരുത്. ഒരു ക്രിമിനലിന്റെ രക്ഷപ്പെടാനുള്ള തന്ത്രമായി മാത്രം നിങ്ങൾ ഇതിനെ കാണണം. തട്ടിപ്പ് പുറത്തുവിടുന്ന തന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കിയതായി നഗരസഭാ ജീവനക്കാരി രഹന പറഞ്ഞു. നമ്മളാണ് അത് കണ്ടുപിടിച്ച് പറഞ്ഞത്. എന്നിട്ടും നമ്മളെ ഇങ്ങനെ ഒരു കുറ്റക്കാരി എന്ന പോലെ കള്ളം മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിൽ ശരിക്കും പറഞ്ഞ വിഷമമുണ്ട്. വ്യാജരേഖ നിർമ്മാണ കേസിലെ പ്രതിയായ അനിൽകുമാർ ഒളിവിലാണ്. അനധികൃതമായി കുട്ടിയെ കൈപ്പറ്റിയ ഗായകനും സ്ഥലത്തില്ല. ഇരുവർക്കുമായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. അതേസമയം വ്യാജ ജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കുട്ടിയെ ഏറ്റെടുക്കാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നടപടി തുടങ്ങി. തൃപ്പൂണിത്തുറയിലെ ദമ്പതികൾ കുട്ടിയെ ഏറ്റെടുത്തത് നിയമവിരുദ്ധമായെന്ന് CWC ചെയർമാൻ KK ഷാജു ന്യൂസ് 18നോട് പറഞ്ഞു. കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയെന്നും KK ഷാജു പ്രതികരിച്ചു. കുട്ടിയെ വളർത്താൻ ഉള്ള സാഹചര്യം ബയോളജിക്കൽ പാരൻസിന് ഇല്ലെങ്കിൽ അവർ ചെയ്യേണ്ടത് അത് CWCയിൽ ആ കുട്ടിയെ ഏൽപ്പിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. കുട്ടിയെ ഏൽപ്പിച്ചാൽ അവർക്ക് വളർത്താൻ സാഹചര്യമില്ല എങ്കിൽ അതൊരു ഡോക്യുമെൻ്റായിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് തന്നാൽ ആ കുട്ടിയുടെ നിയമപരമായ ദത്തെടുക്കൽ പ്രക്രിയ ആരംഭിക്കും. അതാണ് നടപടിക്രമം. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത് മനസ്സിലാക്കിയെടുത്തോളം അവർ നേരിട്ട് വേറെ ഏതോ ആളുകൾക്ക് ആ കുട്ടി കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. അത് നിയമവിരുദ്ധമായ അഡോപ്ഷനാണ്. അത്തരം അഡോപ്ഷൻ നിലനിൽക്കില്ല. അപ്പോൾ അത് ആ കുട്ടിയെ തിരിച്ച് ഏറ്റെടുക്കാനുള്ള തീരുമാനം കൈക്കൊള്ളേണ്ട സമയമാണിത്. അതിനുവേണ്ട നിർദ്ദേശങ്ങൾ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്. അന്വേഷിച്ചിട്ട് എത്രയും വേഗം കുട്ടിയെ CWCയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ കുട്ടി CWC വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുടർന്ന് ബയോളജിക്കൽ പാരൻസ് വരാൻ തയ്യാറാണെങ്കിൽ അവർ രേഖാമൂലം എഴുതി തരണം. അവർ കുട്ടിയെ നോക്കാൻ നിവൃത്തിയില്ല എന്നുള്ളത്. അങ്ങനെ വന്നാൽ 2 മാസം കഴിയുമ്പോൾ കുട്ടിയെ ലീഗലി ഫ്രീ അഡോപ്ഷന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതല്ല എങ്കിൽ അത്തരം ബയോളജിക്കൽ പാരൻസ് എത്തുന്നില്ല എങ്കിൽ കുട്ടിയെ അബാൻഡൻഡായിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു നടപടിയുണ്ട്. പേപ്പറിൽ വാർത്ത കൊടുത്തിട്ട് ആരും ഏറ്റെടുക്കാനില്ല എങ്കിൽ കുട്ടിയെ വീണ്ടും അഡോപ്ഷന് വേണ്ടിയുള്ള സംവിധാനങ്ങൾക്ക് പോകും. ഈ 2 വഴിയായാലും ഇപ്പം നിലവിൽ സംരക്ഷിക്കുന്ന ആളുകൾക്ക് ആ കുട്ടിയെ ഏൽപ്പിക്കാൻ സാഹചര്യം നിലവിലില്ല. അതൊരു നിയമവിരുദ്ധമായ നടപടിയാണ്. അതല്ലെങ്കിൽ അവർ അഡോപ്ഷന് വേണ്ടിയുള്ള അപേക്ഷകൾ സർക്കാരിൽ കൊടുക്കണമായിരുന്നു. അത് കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു, അറിയില്ല. എന്തായാലും നിലവിൽ സാഹചര്യത്തിൽ കുട്ടിയെ ഏറ്റെടുക്കേണ്ട സാഹചര്യമുള്ളത്. CWC ഉത്തരവാദിത്തം ആ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കുക, കുട്ടിയുടെ ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുക, അഡോപ്ഷൻ പോലുള്ള സംവിധാനത്തിൽ കുട്ടിയെ മാറ്റുക എന്നതാണ് CWC ചുമതല. അതിനപ്പുറത്തേക്ക് ഇതിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. അത് പോലീസ് ചെയ്യുന്നുണ്ടാവും. ദത്തെടുത്തവരില്ല ഇതിൽ. കുട്ടി ഇപ്പോൾ നോക്കുന്നവരോട് ആരായാലും കുട്ടിയെ ഏറ്റെടുത്തവരോ അതല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കളോ ഇതും അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ ശിശു സംരക്ഷണ ഓഫീസറോ ആര് വഴിയാലും കുട്ടി CWC എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. അതിനുവേണ്ടിയുള്ള നടപടിയാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, അതായത് അടിമുടി ദുരൂഹതയിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ CWCയുടെ അടുത്ത നീക്കം എന്താണ്?
മിഥുൻ, ഇക്കാര്യത്തിൽ CWC വളരെ അടിയന്തരമായിട്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇതിന്റെ ആദ്യപടിയായിട്ട് തന്നെയാണ് കുട്ടിയെ ഹാജരാക്കാനായിട്ട് തന്നെ CWC ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആ കുട്ടിയെ കൈവശമുള്ള ഗായകനും കുടുംബവും വരെ ഇതിനകം തന്നെ CWC നിർദ്ദേശപ്രകാരം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും അടുത്ത ദിവസം ഒരുപക്ഷെ നാളെ തന്നെ കുട്ടിയെ CWC മുമ്പാകെ എത്തിക്കും. തുടർന്ന് കാര്യങ്ങൾ CWC ആയിരിക്കും സ്വീകരിക്കുക. കാരണം ഇവരുടെ യഥാർത്ഥ മാതാപിതാക്കളോട് ഇവിടെ ഹാജരാകാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ കമ്മിറ്റിക്ക് മുൻപാകെ എത്തണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർക്ക് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ മറ്റു നടപടികളുണ്ട്. അവർക്ക് സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് രേഖാമൂലം തന്നെ CWC അറിയിക്കണം. അതിനുശേഷം മാത്രമായിരിക്കും ഈ കുട്ടിയെ ദത്ത് നൽകുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ, അത് സാങ്കേതികമായി കുറച്ചുകൂടി നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതെല്ലാം പൂർത്തിയാക്കി നിയമാനുസൃതം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന നിയമാനുസൃതം മാത്രം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതെല്ലാം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഈ ദത്ത് നൽകുക എന്നൊരു പ്രോസസ്സിലേക്ക് കടക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ സംരക്ഷിക്കുന്നവർക്ക്, അതായത് CWC ചെയർമാൻ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിലവിൽ ആരുടെ സംരക്ഷണത്തിനാണോ ഉള്ളത് എന്നത് അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു രീതിയല്ല, നിലവിലെ സംവിധാനങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് ഇക്കാര്യത്തിലടക്കം നിയമ നടപടികളും ദത്ത് നൽകുന്നതിന് സംസ്ഥാനത്ത് നിലവിലുള്ള വ്യവസ്ഥകൾ, നിയമങ്ങൾ ഇതെല്ലാം തന്നെ പൂർത്തീകരിച്ചതിനു ശേഷം മാത്രമേ അത്തരം നടപടികളിലേക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും അടിയന്തരമായി നാളെ തന്നെ CWCക്ക് മുൻപാകെ തന്നെ കുട്ടിയെ എത്തിക്കുക എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിലെ ഒരു ഈ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങൾ പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, വ്യാജജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ കുഞ്ഞിനെ ഉടനടി തന്നെ ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്കാണ് CWC കടക്കുകയും ചെയ്തിരിക്കുന്നത്. മാതാപിതാക്കളെ കണ്ടെത്താനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയായിരുന്നു കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ. വ്യാജജനന സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ വകുപ്പുതല അന്വേഷണവും പോലീസ് അന്വേഷണവും ശക്തമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കള്ളത്തരം ചെയ്തയാൾ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. തന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെ മകൻ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോവിഡ് ചികിത്സയെ തേടിയിരുന്നു. അതിന്റെ രേഖകൾ ആശുപത്രിയിലുണ്ട്. നിയമപരമായി തന്നെയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയതെന്നും വീണ ജോർജ് പറഞ്ഞു. ഗുണ്ടകൾക്കും ക്രിമിനലുകൾക്കുമെതിരെ ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ സംസ്ഥാന വ്യാപക നടപടി. ശനിയാഴ്ച രാത്രി 11 മണിയോടെ തുടങ്ങിയ പരിശോധനയിൽ സംസ്ഥാനത്ത് 2000-ലേറെ ഗുണ്ടകളും സാമൂഹ്യ വിരുദ്ധരും പിടിയിലായി. ഏറ്റവും കൂടുതൽ അറസ്റ്റ് നടന്നത് തിരുവനന്തപുരത്താണ്. 297 പേരെയാണ് ജില്ലയിൽ പിടിയിലായത്. കോട്ടയത്ത് 112, എറണാകുളത്ത് 156, തൃശൂരിൽ 272, കോഴിക്കോട് 216, പാലക്കാട് 137, വയനാട് 109, കണ്ണൂർ 85, കാസർഗോഡ് 85 എന്നിങ്ങനെയാണ് കണക്കുകൾ. കൂടത്തായി കൊലപാതക പരമ്പര കേസിൽ നിർണായകമായ ദേശീയ ഫോറൻസിക് ലാബ് റിപ്പോർട്ട് പുറത്തുവന്നു. കൊല്ലപ്പെട്ടവരിൽ 4 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളിൽ സയനൈഡിന്റെ അംശമോ മറ്റ് വിഷാംശങ്ങളോ കണ്ടെത്താനായില്ലെന്നാണ് ഫോറൻസിക് റിപ്പോർട്ടിലുള്ളത്. അന്നമ്മ തോമസ്, ടോം തോമസ്, മഞ്ചാടിയിൽ മാത്യു, ആൽഫൈൻ എന്നിവരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ദേശീയ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് സയനൈഡോ മറ്റ് വിഷാംശമോ കണ്ടെത്താനാകാത്തത്. റോയി തോമസ്, സിലി എന്നിവരുടെ മൃതദേഹത്തിൽ സയനൈഡ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. അന്വേഷണ സംഘം കോടതിയിൽ നൽകിയ ലാബ് റിപ്പോർട്ടിന്റെ വിവരമാണ് പുറത്തായത്. 2002-ൽ അന്നമ്മ തോമസിനെ ആട്ടിൻ സൂപ്പിൽ ഡോഗ് കിൽ എന്ന വിഷം കലർത്തി നൽകിയും മറ്റു 3 പേരെ സയനൈഡ് നൽകിയും കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. അതേസമയം മറ്റു 3 പേരെ കൊലപ്പെടുത്തിയത് സയനൈഡ് നൽകിയാണെന്ന് ജോളിയുടെ കുറ്റസമ്മതമൊഴിയായിരുന്നു. 2019-ലാണ് കൂടത്തായി കേസിൽ മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. തുടർന്ന് മാസങ്ങൾക്ക് ശേഷമാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചത്. ആദ്യം റീജിയണൽ ഫോറൻസിക് ലാബിലും പിന്നീട് ദേശീയ ഫോറൻസിക് ലാബിലുമായിരുന്നു പരിശോധന. മൃതദേഹാവശിഷ്ടങ്ങളുടെ കാലപ്പഴക്കം കാരണമാകാം സയനൈഡിന്റെ അംശമോ വിഷാംശമോ കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നതെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. 2002-നും 2016-നും ഇടയിലാണ് കൂടത്തായി കൊലപാതക പരമ്പരയുണ്ടായത്. ന്യൂസ് 18 കോഴിക്കോട്. അതേസമയം കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കേസിനെ ബാധിക്കില്ലെന്ന് കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ റിട്ടയർഡ് SP KG സൈമൺ വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഫോറൻസിക് ലാബിൽ പരിശോധിച്ചപ്പോഴും 4 മൃതദേഹങ്ങളുടെ വിഷത്തിന്റെയോ സൈനൈഡിന്റെയോ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് കാലപ്പഴക്കം കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കാവുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേസിനെ ഒരു തരത്തിൽ ബാധിക്കത്തില്ല. കാരണം ഇത് രണ്ടാമത് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെൻട്രൽ ലാബിലേക്കാണ്. ഈ സെൻട്രൽ ലാബിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ കേരള ലാബ് നമ്മൾ അയച്ച് ഈ 4 ഫലം കിട്ടിയിട്ടില്ല.
ഫലം കിട്ടാതെ വരുമ്പോൾ നമുക്കറിയാം എത്രയും പഴക്കമുള്ളതാകുമ്പോൾ ഫലം കിട്ടത്തില്ല. അതിപ്പം ഉള്ള പോലെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴതിന് ബാക്കിയുള്ള നടപടി എന്താണ്, അതാണ് നമ്മളത് ചെയ്തത്. കാരണം ഒരു ഡെത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡെത്തിൽ എങ്ങനെയാണ് ഡെത്ത് ഉണ്ടായിരിക്കുന്നത്, അത് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സിനെ വെച്ചിട്ട് അതിനെ പറ്റി പഠനം നടത്തി അവരുടെ ഒരു ഒപ്പീനിയൻ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അത് CD ഫയലുണ്ട്. അതായത് ഇവർ പറയുന്ന ഹാർട്ട് അറ്റാക്ക് ആണോ, ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചത്, അതിൻ്റെ എല്ലാം കാരണം വെച്ചുകൊണ്ട് CD ഫയൽ വരുന്നുണ്ട്. അത് അവർ ഒപ്പീനിയൻ തന്നിട്ടുണ്ട്. ഈ ഒപ്പീനിയൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ചാർജ് ചെയ്തതിന് ശേഷമാണിത് നേരെ സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി നമ്മൾ സെൻട്രൽ ലാബിലേക്ക് അയച്ചിരിക്കുന്നത്. അത് നമ്മൾ ഒരു പ്രതീക്ഷ അതിൻ്റെ അകത്തില്ലായിരുന്നു. കാരണം കേരളത്തിൽ നല്ല ലാബാണ്, കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടാത്ത ഒരു 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 സർട്ടിഫിക്കറ്റ് നമുക്ക് പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കില്ല. അങ്ങനെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കേസ് മുന്നോട്ട് പോയിരുന്നത്. ഒരു കാരണവശാലും കേസിനെ അത് ബാധിക്കത്തില്ല. തനിക്ക് മെച്ചപ്പെട്ട ചികിത്സയാണ് ലഭിക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി. പാർട്ടിയും കുടുംബവും എല്ലാ പിന്തുണയും നൽകുന്നുണ്ടെന്നും ഫേസ്ബുക്ക് ലൈവിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിലാണ് വിശദീകരണവുമായി അദ്ദേഹത്തിന്റെ FB ലൈവ് വന്നിരിക്കുന്നത്. അപ്പയ്ക്ക് ഇഷ്ടമുള്ള എന്താണോ അത് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ പോവാണ്. അപ്പയുടെ ട്രീറ്റ്മെന്റിനെ സംബന്ധിച്ച് അപ്പയ്ക്ക് എന്താണോ പറയാനുള്ളത് അത് അപ്പ ഇപ്പം പറയും. അപ്പയുടെ സ്വതന്ത്ര വില്ലിൽ എന്നോടൊപ്പം ഇവിടുത്തെ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് കുട്ടിക്കയുണ്ട്, അതുപോലെ തന്നെ ഷാനവാസുണ്ട്. അപ്പയ്ക്ക് എൻ്റെ മാതാവുണ്ട്. ഈ ഒരു ഖേദകരമായ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ സമൂഹമാണ്. ഇത്ര വലിയ ക്രൂരത ഞങ്ങളോട് ചെയ്യാൻ എന്താണ് തെറ്റ് എന്നെനിക്കറിയില്ല. ഞാൻ എൻ്റെ പിതാവിനോട് തന്നെ ചോദിക്കാൻ പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് എന്താണ് ഒപ്പീനിയൻ. ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങളാണ് എൻ്റെ കുടുംബവും എൻ്റെ പാർട്ടിയും എനിക്ക് നൽകിയിട്ടുള്ളത്. യാതൊരുവിധ വീഴ്ചയുമില്ലാത്ത വിധത്തിൽ ഏറ്റവും വിദഗ്ധമായിട്ടുള്ള ചികിത്സയെ സൃഷ്ടിച്ചു. ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. പാർട്ടി എല്ലാവിധത്തിലുള്ള സഹായം ചെയ്തു തന്നിട്ടുണ്ട്. ഇങ്ങനൊരു സാഹചര്യം തന്നെ എന്നെ അത്ഭുതപ്പെടുത്തലാണ്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വന്നതെന്നും അതിന്റെ പശ്ചാത്തലം വിവരങ്ങളുമായി ഡാൻ കുര്യനുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ ശക്തമായിരുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന് ചികിത്സ ലഭിക്കുന്നില്ല എന്ന തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നേരത്തെ തന്നെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വിശദീകരണമായി ഉമ്മൻചാണ്ടി തന്നെ ഇപ്പോൾ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്? ഡാൻ. മിഥുൻ, രാവിലെ മുതൽ ന്യൂസ് 18 വാർത്തകൾ കൃത്യമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. അതായത് ഉമ്മൻചാണ്ടിയുടെ കുടുംബം തന്നെയാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം അദ്ദേഹത്തിന്റെ ആരോഗ്യനില സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്, അതിനൊന്നും ഇല്ല. അദ്ദേഹത്തിന് ചികിത്സ ഉറപ്പുവരുത്തുന്നുണ്ട്. അടുത്ത ദിവസം വീണ്ടും ബംഗളൂരുവിലേക്ക് ആവശ്യമാണെങ്കിൽ അവിടെ നിന്ന് ജർമ്മനിയിലേക്ക് പോകുന്ന ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഡാനുമായിട്ടുള്ള ടെലിഫോൺ ബന്ധം ചില തകരാറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തീർച്ചയായും മാധ്യമങ്ങളും തനിക്ക് മെച്ചപ്പെട്ട ചികിത്സയാണ് ലഭിക്കുന്നതെന്നാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പാർട്ടിയും കുടുംബവും എല്ലാ പിന്തുണയും നൽകുന്നുണ്ട് എന്ന FB ലൈവിലാണ് ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച അഭ്യൂഹങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുന്ന സമയമായിരുന്നു. കൂടാതെ അദ്ദേഹത്തിന് ചികിത്സ കൃത്യമായി ലഭിക്കുന്നില്ല, അതിൽ കുടുംബം തടസ്സം നിൽക്കുന്നു തുടങ്ങിയ പ്രചരണങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ കൂടിയായിട്ടുള്ള ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്കിൽ ലൈവ് വരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടി തന്നെ അദ്ദേഹത്തിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. മറ്റു വാർത്തകൾ നോക്കാം. ഇടുക്കി ഇടമലക്കുടിക്ക് പുറമെ മൂന്നാറിലും ബാലവിവാഹം. 17 വയസ്സുകാരിയെ മാതാപിതാക്കളുടെ അറിവോടെ 26 വയസ്സുകാരൻ വിവാഹം ചെയ്തെന്നാണ് കണ്ടെത്തൽ. ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ട്. 2022 ജൂലൈയിലാണ് മൂന്നാർ തോട്ടം മേഖലയിൽ 17 വയസ്സുള്ള പെൺകുട്ടിയെ 26-കാരൻ വിവാഹം ചെയ്തത്. വിവാഹശേഷം ഇയാളുടെ വീട്ടിൽ തന്നെയാണ് പെൺകുട്ടി താമസിച്ചിരുന്നത്.
അടുത്തിടെ ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ പെൺകുട്ടി 7 മാസം ഗർഭിണിയാണെന്ന് അധികൃതർ കണ്ടെത്തി. അതോടെയാണ് വിവരം പുറത്തായത്. ആശുപത്രി അധികൃതർ ദേവികുളം പോലീസിന് വിവരം നൽകുകയായിരുന്നു. തുടർന്ന് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തു നൽകിയ കേസിൽ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെയാണ് ഇടവലക്കുടിയിൽ ശൈശവ വിവാഹം നടന്നതായി കണ്ടെത്തി അന്വേഷണം ആരംഭിച്ചത്. മൂന്നാർ പോലീസ് ഈ കേസിലെ പ്രതിയെ അന്വേഷിച്ചു വരുന്നതിനിടെയാണ് വീണ്ടും ദേവികുളം പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ബാലവിവാഹം നടന്നതായി കണ്ടെത്തിയത്. ഒളിവിൽ പോയ പ്രതി മണിമാരനെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 ഇടുക്കി. കോഴിക്കോട് താമരശ്ശേരി വനംവകുപ്പ് ഓഫീസ് കത്തിച്ച കേസ് അട്ടിമറിക്കാൻ അണിയറ നീക്കം സജീവം. സാക്ഷികളായ വനപാലകരും പോലീസുകാരനും കൂറുമാറിയതിനു പിന്നിൽ പ്രതികളെ രക്ഷിക്കാനെന്നാണ് ആരോപണം. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ മറവിലാണ് വനംവകുപ്പ് ഓഫീസ് കത്തിച്ചത്. 2013 നവംബർ 15-നാണ് താമരശ്ശേരി റേഞ്ച് ഓഫീസ് കത്തി നശിച്ചത്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിനെതിരെ താമരശ്ശേരി രൂപതയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മലയോര ഹർത്താലിന്റെ മറവിലായിരുന്നു അക്രമം. വനഭൂമി കയ്യേറ്റവും വന്യമൃഗവേട്ടയും ക്വാറിയും സംബന്ധിച്ച കേസുകളുടെ രേഖകൾ കത്തി നശിച്ചു. അക്രമികളുടെ ലക്ഷ്യവും അതുതന്നെയായിരുന്നു. ഈ കേസിലാണിപ്പോൾ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും 2 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരും സിവിൽ പോലീസ് ഓഫീസറും കൂറുമാറിയത്. ഇതിനിടെ കേസ് ഡയറി കാണാതായതായി അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. 35 പേർ പ്രതികളായ തീവെപ്പ് കേസ് അട്ടിമറിക്കപ്പെടുന്നു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരും പ്രതികളെ ഞങ്ങൾക്കറിയില്ല, തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ള ഭാഷ്യം വരുന്നത്. ഇത് ആസൂത്രിതമായിട്ട് ആ കേസിൽ സർക്കാർ തോറ്റുകൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ജീവനക്കാരെ സ്വാധീനിച്ചുകൊണ്ട് പ്രതിഭാഗം ചെയ്ത ഒരു ഗൂഢാലോചനയാണിത്. താമരശ്ശേരി രൂപത പ്രതിക്കൂട്ടിലായ കേസ് ആസൂത്രിതമായി സർക്കാർ തന്നെ അട്ടിമറിക്കുകയാണെന്നാണ് ആരോപണം. 4 ഉദ്യോഗസ്ഥർ പ്രതികൾക്ക് അനുകൂലമാവുന്ന രീതിയിൽ മൊഴി മാറ്റിയത് സർക്കാർ അറിവോടെയേ നടക്കുകയുള്ളൂവെന്ന് പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു. മാറാട് പ്രത്യേക കോടതിയിൽ വിചാരണ തുടരുന്ന കേസ് സാക്ഷികളുടെ കൂറുമാറ്റത്തോടെ പ്രതിസന്ധിയിലായി. വനംവകുപ്പ് ഓഫീസ് കത്തിച്ച കേസിൽ വനപാലകർ തന്നെ കൂറുമാറുന്നതിന്റെ കള്ളക്കളികൾ പകൽ പോലെ വ്യക്തമാണ്. കേസുകൾ അട്ടിമറിക്കപ്പെടുമ്പോൾ സർക്കാർ തന്നെ ഇവിടെ പ്രതിക്കൂട്ടിലാവുകയാണ്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കുമളിയിൽ 7 വയസ്സുകാരനെ അമ്മ പൊള്ളലേൽപ്പിച്ചു. ചട്ടുകം പഴിപ്പിച്ച് 2 കൈകളിലും കാലുകളിലുമാണ് പൊള്ളലേൽപ്പിച്ചത്. പൊള്ളലേറ്റ കുട്ടിയെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിച്ചു. ചൂട് വെച്ചിട്ട് മുളകപ്പൊടി കണ്ണിലെയും കയ്യില് ചുട്ടു വെച്ചിട്ട് இந்த கையிலையும் சுட்டு வச்சிச்சு. கண்ணில் என்ன போட்டுச்சு? മുളക് പൊടി പൊടിച്ച്. അവിടെ ഒരു ടയർ കിടപ്പുണ്ടായിരുന്നു, അത് എടുത്തതിന്റെ ഇതാണ്. ഇടയ്ക്കൊക്കെ തള്ള ഇങ്ങനെ ഉപദ്രവിക്കുമായിരുന്നു പറഞ്ഞു. ഇത്ര ഇതായിട്ട് ഉപദ്രവിക്കുന്നതായിട്ട് അറിഞ്ഞിട്ടില്ല. ഇന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം തന്നെ ഞാൻ അന്നേരം കൊച്ചിയെ എടുത്ത് പോലീസിനെ അന്നേരം അറിയിച്ചു. പോലീസുകാർ വന്നപ്പോൾ തന്നെ ഞാൻ കുട്ടിയെയും ഞാനും അംഗൻവാടി ടീച്ചറും എല്ലാവരും കൂടെ കുട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോന്നു. വിവരങ്ങളുമായി സാഗർ ചേരുന്നുണ്ട്. സാഗർ, എന്താണ് ഈ സംഭവം? ഇതുമായി ബന്ധപ്പെട്ട പോലീസ് എന്താണ് പറയുന്നത്? മറ്റ് നടപടികളിലേക്കൊക്കെ കടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മിഥുൻ, ഇടുക്കി കുമളിയിലാണ് ഇത്തരത്തിൽ അമ്മ 7 വയസ്സുകാരനെ പൊള്ളലേൽപ്പിച്ചത്. ചട്ടുകം പഴിപ്പിച്ച് 2 കൈകളിലും കാലുകളിലും പൊള്ളലേൽപ്പിച്ചു എന്നാണ് കുട്ടി പറയുന്നത്. പൊള്ളലേറ്റ കുട്ടിയെ കുമളിയിൽ തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അയൽപക്കത്ത് നിന്നും കളിക്കുന്നതിനായി കുട്ടി ടയർ എടുത്തിരുന്നു. ഇതേ ചൊല്ലിയാണ് കുട്ടിയെ അമ്മ ഉപദ്രവിച്ചതെന്നാണ് പറയുന്നത്. മുൻപും ഇത്തരത്തിൽ സമാന രീതിയിൽ കുട്ടിയെ ഈ മാതാവ് ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പറയുന്നു. കുട്ടിയുടെ ഈ 2 കൈകളിലെയും മുട്ടിന് താഴെയും കാലുകളിലുമാണ് പൊള്ളലേറ്റത്. സംഭവം നാട്ടുകാർ അറിഞ്ഞതിനെ തുടർന്ന് അംഗൻവാടി ടീച്ചറെയും പഞ്ചായത്ത് മെമ്പറെയും അറിയിച്ചു. തുടർന്ന് ഇവരെത്തി പോലീസിനെ അറിയിക്കുകയും കുട്ടിയെ ആശുപത്രിയിലാക്കുകയുമായിരുന്നു.
സംഭവത്തിൽ കുമളി പോലീസ് എത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ മാതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. CWC അടക്കം മാതാവിന് ഇതിനെ കേസെടുക്കാനുള്ള നടപടിക്ക് ശുപാർശ ചെയ്തതായി അറിവുണ്ട്. എന്നാലും ഇത്തരത്തിൽ ഇടുക്കിയിൽ ഇപ്പോൾ അടുത്ത നാളുകളിലായി പലതവണ കുട്ടികൾക്ക് നേരെയുള്ള ഒരു അതിക്രമം വർദ്ധിച്ചിട്ടുണ്ട്. അതിന്റെ അവസാന കാഴ്ചയാണ് ഇന്ന് കുമളിയിൽ കുട്ടിക്കെതിരെയുള്ള അമ്മ സ്വന്തം മാതാവ് തന്നെ ഇത്തരത്തിലൊരു ക്രൂര പ്രവൃത്തി ചെയ്ത്. സാഗർ, അതായത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയൊരു ക്രൂരത തന്നെയാണ്. ഇത് സംബന്ധിച്ച് നേരത്തെയും ഇതുപോലെ രീതിയിൽ കുട്ടിയെ സമാനമായ രീതിയിൽ പൊള്ളലേൽപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അല്പസമയത്തിന് മുമ്പ് പ്രദേശവാസിയായ അവർ വ്യക്തമാക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ ഇത് എങ്ങനെയാണ് ഇപ്പോൾ പുറത്തറിയുന്നത് ഈ ഒരു സംഭവം? ഇത്തരത്തിൽ മുൻപും കുട്ടി ഉപദ്രവിച്ചിട്ടുണ്ടെന്നാണ് ഈ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ കുട്ടിയെ മുൻപും മാതാവ് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കുട്ടിയുടെ കയ്യിലും കാലിലും പൊള്ളലേറ്റത് എങ്ങനെയാണെന്ന് നാട്ടുകാർ അയൽവക്കക്കാർ തിരക്കുകയും തുടർന്ന് കുട്ടി തന്നെയാണ് ഇത്തരത്തിൽ അമ്മ പൊള്ളിച്ചതാണെന്ന് പറഞ്ഞത്. തുടർന്നാണ് പഞ്ചായത്ത് മെമ്പറും അംഗൻവാടി ടീച്ചറും അടക്കമുള്ളവർ സ്ഥലത്തെത്തുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തത്. നാട്ടുകാർ കണ്ടതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ക്രൂര സംഭവം പുറത്തറിഞ്ഞത്. അയൽവാസികളാണ് ആദ്യം ഇത് കണ്ടതെന്നാണ് പറയപ്പെടുന്നത്. അവരാണ് മറ്റുള്ളവരെ അറിയിക്കുകയും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തത്. തുടർന്ന് കുട്ടിയെ ഇപ്പോൾ കുമളിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പോലീസും CWC അധികൃതരും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അധികൃതർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതാവിനെതിരെ കേസെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശരി, ഒരു കൊച്ചുകുട്ടിയോട് കൂടി ആണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരത അമ്മയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകുകയും ചെയ്യുന്നത്. ചട്ടുകം പഴുപ്പിച്ച് ഇരു കൈകളിലും കാലുകളിലുമാണ് പൊള്ളലേൽപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ കൂടി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. നിലവിൽ പോലീസ് ഈ അമ്മയ്ക്കെതിരെ കേസെടുത്ത് മറ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകിയായിരുന്നു ഇടുക്കിയിൽ നിന്ന് സാഗർ. മറ്റു വാർത്തകൾ നോക്കാം. ഇന്ത്യയോട് പരാജയപ്പെട്ട കാർഗിൽ യുദ്ധത്തിന് തൊട്ടു പിന്നാലെയായിരുന്നു അതിന് ചുക്കാൻ പിടിച്ച പർവേസ് മുഷാറഫ് പാകിസ്ഥാന്റെ ഭരണത്തലപ്പത്തെത്തിയത്. പ്രധാനമന്ത്രിയായിരുന്ന നവാസ് ഷെരീഫ് അറിയാതെയായിരുന്നു ഇന്ത്യയോടുള്ള യുദ്ധത്തിന് പർവേസ് മുഷറഫ് കോപ്പുകൂട്ടിയതെന്ന് പിന്നീട് വെളിപ്പെടുത്തലുകളുണ്ടായി. മുഷാറഫ് പാക് ഭരണാധികാരിയായ ശേഷവും ഇന്ത്യയുമായുള്ള ബന്ധം ഉലച്ചിലുകളോടെ ആയിരുന്നു മുന്നോട്ട് പോയിരുന്നത്. മെയ് നിയന്ത്രണരേഖ മറികടന്ന് തന്ത്രപ്രധാന മേഖലകളിൽ നിലയുറപ്പിച്ച പാക് സൈന്യവുമായി ഇന്ത്യ യുദ്ധം ആരംഭിച്ചു. യുദ്ധം 2.5 മാസം പിന്നിട്ടപ്പോഴേക്കും ഇന്ത്യൻ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പാക് സേന തളർന്നു. ജൂലൈ 26-ന് ഇന്ത്യൻ സേനയുടെ വിജയപ്രഖ്യാപനം. ആ വർഷത്തിന്റെ തുടക്കം ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ മഞ്ഞുരുകലിന്റെ സൂചനകൾ മാത്രമായിരുന്നു. ഡൽഹി ലാഹോർ ബസ് യാത്രയും പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ലാഹോറിലെത്തി പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി നടത്തിയ ചർച്ചകളും ഇരു രാജ്യത്തെയും ജനത്തിന് ആശ്വാസമേകുന്നതായിരുന്നു. ഇതേസമയം പാക് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ കബളിപ്പിച്ച് അവിടുത്തെ സൈന്യം മറ്റൊരു നീക്കം നടത്തി. അതാണ് കാർഗിൽ യുദ്ധത്തിലേക്ക് എത്തിയത്. നവാസ് ഷെരീഫ് അറിയാതെയാണ് സൈനിക മേധാവിയായ പർവേസ് മുഷറഫ് എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതെന്ന് പിൻകാലത്ത് വെളിപ്പെടുത്തലുകൾ. പർവേസ് മുഷറഫ് സൈന്യത്തിൽ പ്രവേശിച്ച് ആദ്യ വർഷത്തിലായിരുന്നു 1965-ലെ ഇന്ത്യ പാക് യുദ്ധം. 1971-ലെ യുദ്ധത്തിൽ പാക് സൈന്യത്തിന്റെ കമാൻഡോ ബറ്റാലിയന്റെ കമ്പനി കമാൻഡറായിരുന്നു. അതിന്റെ പേരിൽ ലഭിച്ച ബഹുമതികൾ സേനയിൽ മുഷറഫിന്റെ വളർച്ച വേഗത്തിലാക്കി. പിന്നീട് പാകിസ്ഥാന്റെ ഭരണത്തലപ്പത്ത് മുഷറഫ് എത്തിയ സമയത്താണ് ആഗ്ര ഉച്ചകോടി. അതേ വർഷം ഇന്ത്യൻ പാർലമെന്റിന് നേരെ ഭീകരാക്രമണം. മുഷറഫ് ഭരണമൊഴിയുമ്പോൾ മുംബൈ ഭീകരാക്രമണം. മുഷറഫിന്റെ ഭരണകാലം ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഉലച്ചിലുകളുടെ കാലം കൂടിയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഏറെ നാളായി അദ്ദേഹം രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ദുബായിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്.
സൈനിക അട്ടിമറികൾക്ക് കേൾവി കേട്ട പാകിസ്ഥാനിൽ ഏറ്റവും ഒടുവിൽ അതിന് നേതൃത്വം നൽകിയാൽ 1.5 ദശാബ്ദത്തോളം പാക് സൈന്യത്തെയും രാഷ്ട്രീയത്തെയും സംശയമുനയിൽ നിർത്തിയതിന് കാരണക്കാരൻ, പാക് രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയേറിയ ശേഷം വിസ്മൃതിയിലേക്ക് മറഞ്ഞ ഭരണാധികാരി. ഇന്ത്യ വിഭജനത്തിനു മുമ്പ് 1943 ഡൽഹിയിൽ പർവേസ് മുഷറഫിന്റെ ജനനം. പിന്നീട് പാകിസ്ഥാനിലേക്ക് കുടുംബം കുടിയേറി. കറാച്ചിയിൽ പഠനം പൂർത്തിയാക്കിയ മുഷറഫ് 21-ാം വയസ്സിൽ പാക് സൈന്യത്തിന്റെ ഭാഗമായി. നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായ കാലത്ത് 1998 55-ാം വയസ്സിൽ പാക് സൈനിക മേധാവി. തൊട്ടടുത്ത വർഷം കാർഗിൽ യുദ്ധത്തിന് പിന്നാലെ നവാസ് ഷെരീഫിനെ അട്ടിമറിച്ച് ചീഫ് എക്സിക്യൂട്ടീവായി. അയൂബ് ഖാനും സിയാ ഉൽ ഹക്കിനും ശേഷം പാകിസ്ഥാനിൽ വീണ്ടും ഒരു സൈനിക ഭരണാധികാരി. 2001 സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. 2007 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവരെ തടവിലാക്കുകയും ചെയ്തു. എന്നാൽ പാർലമെന്റിലെ ഇംപീച്ച്മെന്റ് നടപടി ഭയന്ന് 2008 പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു. രാഷ്ട്രീയത്തിലിറങ്ങിയെങ്കിലും മുഷറഫിന് രാജ്യദ്രോഹം ഉൾപ്പെടെയുള്ള കേസുകളിൽ കോടതികൾ കയറിയിറങ്ങാനായിരുന്നു യോഗം. 2009 UK-യിലേക്ക്, 2013 മടങ്ങിയെത്തിയപ്പോൾ മുഷറഫിന്റെ വീട് സബ് ജയിലാക്കി. മുഷറഫ് അവിടെ തടവുകാരനും. 2016 ദുബായിലേക്ക് മുഷറഫും കുടുംബവും എത്തി. തിരികെ പാകിസ്ഥാനിലേക്ക് മടങ്ങാനാകാത്ത വിധം ദുർബലനായിരുന്നു മുഷറഫ്. പ്രത്യേക കോടതിയുടെ വധശിക്ഷയും നിരവധി കേസുകളും മാത്രമാണ് മുഷറഫിനെ പാകിസ്ഥാനിൽ കാത്തിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. മറ്റു വാർത്തകൾ നോക്കാം. വാണി ജയറാമിന് നാടിന്റെ അന്ത്യാഞ്ജലി. ചെന്നൈ വസന്ത് നഗർ വൈദ്യുത ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ മൃതദേഹം സംസ്കരിച്ചു. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, മറ്റു മന്ത്രിമാർ, കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ അടക്കമുള്ളവർ വാണി ജയറാമിന് ആദരാഞ്ജലി അർപ്പിച്ചു. മരണകാരണം തലയിലേറ്റ മുറിവാണെന്ന് പോലീസ് വ്യക്തമാക്കി. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വീണു മേശയിൽ തലയിടിക്കുകയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. നരേന്ദ്രമോദിയെ അധികാരത്തിലെത്തിച്ച 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റ് നേടിയാകും ഇത്തവണത്തെ വിജയം. ഉത്തർപ്രദേശിൽ 2019 കൂടുതൽ സീറ്റുകൾ ഇത്തവണ BJPക്ക് ലഭിക്കുമെന്നും പ്രതിപക്ഷത്തിന്റെ വിഭജന രാഷ്ട്രീയം ജനങ്ങൾ തള്ളിക്കളയുമെന്നും അദ്ദേഹം പറഞ്ഞു. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിയുമായി നടത്തിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ആദിത്യനാഥിന്റെ പ്രതികരണം. 2014 में 71 सीट लेकर BJP यहाँ आई थी. 2019 में 63 सीट. 2024 में आप कितनी सीट देखते हैं? देखिए, 2024 में भारतीय जनता पार्टी 2019 से ज़्यादा सीटें यहाँ पाएगी और बेहतर परिणाम देगी. 2014 की 71 सीट का रिकॉर्ड ब्रेक कर सकती है? मैंने कहा ना, बेहतर परिणाम हम यूपी से देंगे. अच्छा, तो ये कैसे आपको लगता है? मान लीजिए कि सारी पार्टियां साथ एकजुट हो जाएं और एक ही कैंडिडेट आपके खिलाफ खड़ा करें तो क्या होगा? ये 19 में हो चुका है. ऐसा है नहीं कि कोई नया हो रहा है. 19 में सब हो चुका है. ये सारा प्रयोग हो चुके हैं यूपी में. സംസ്ഥാന ബജറ്റിലെ നികുതി വർധനവിനെതിരെയും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ കക്ഷികൾ. നിയമസഭയിലും പുറത്തും പ്രതിഷേധം ശക്തമാക്കാനാണ് UDF തീരുമാനം. നാളെ UDF യോഗം തിരുവനന്തപുരത്ത് ചേരും. പദയാത്രകളും ഗൃഹസന്ദർശനങ്ങളും ഉൾപ്പെടെ വിപുലമായ പ്രതിഷേധ പരിപാടികൾ BJPയും സംഘടിപ്പിക്കും. ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് മേൽ അധിക ഭാരമാണെന്ന വ്യാപക വിമർശനം ഉയർന്നു കഴിഞ്ഞു. ബഡ്ജറ്റ് സർക്കാരിനെതിരെ ആയുധമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. നാളെ സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തും. സഭയ്ക്ക് പുറത്ത് യുവജന സംഘടനകളുടെ വിപുലമായ പ്രതിഷേധവും ഉണ്ടാകും. നാളെ UDF യോഗം തലസ്ഥാനത്ത് ചേരും. DCCകളുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 7-ന് കളക്ടറേറ്റുകളിലേക്ക് പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. കേന്ദ്രം ഇന്ധനവില വർദ്ധിപ്പിക്കുന്നതിന്റെ പേരിൽ നിരന്തരം വിമർശനം നേരിടുന്ന BJPയും സമരത്തിലേക്കാണ്. നാളെ ബൂത്ത് തലങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലായിട്ട് ശക്തമായിട്ടുള്ള സമരപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. വിപുലമായിട്ടുള്ള പദയാത്രകളും ഗൃഹസമ്പർക്കവും ഉൾപ്പെടെയുള്ള ബഹുജന പ്രക്ഷോഭ പരിപാടികൾ പാർട്ടി ആസൂത്രണം ചെയ്തിരിക്കുക. വിമർശനങ്ങൾക്കിടെ ഇന്ധന നികുതി നിർദ്ദേശത്തിൽ സർക്കാർ പുനരാലോചന നടത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. സിൽവർ ലൈനിന് ശേഷം സർക്കാരിനെ പ്രഹരിക്കാൻ കിട്ടിയ അവസരമായാണ് ബഡ്ജറ്റിനെ പ്രതിപക്ഷം കാണുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സമര കോലാഹലങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കും. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം നന്ദകുമാർ, ന്യൂസ് 18.
തിരുവനന്തപുരം. കോഴിക്കോട് കിനാലൂരിൽ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിൽ കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ലെന്ന് പ്രദേശവാസികൾ. 20 കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി എടുത്ത കുഴി റോഡിൽ പൈപ്പിട്ട ശേഷം മൂടിയ നിലയിലാണ്. ഉഷയ്ക്ക് കൈമാറിയ ഭൂമിയിലുള്ള റോഡ് ഇപ്പോഴും പഞ്ചായത്തിന്റെ അധീനതയിലാണെന്ന് പ്രസിഡന്റ് VM കുട്ടിക്കൃഷ്ണൻ പറഞ്ഞു. ഞങ്ങൾ അറിയാതെ സ്കൂൾ മാനേജ്മെന്റിന്റെ അനുവാദമില്ലാതെ കുറച്ചു പേര് അതിക്രമിച്ച് കിടന്നിട്ട് ഏതാണ്ട് സ്കൂളിന്റെ മധ്യഭാഗത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ നമ്മുടെ മാനേജ്മെന്റ് അത് അറിയാൻ വേണ്ടി പോയപ്പോൾ ശരിക്കും അവരോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയ. പിന്നെ ആ JCB ഒക്കെ എടുത്തിട്ട് മുമ്പോട്ട് കയറ്റിയായിരുന്നു അവര്. പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് പനങ്ങാട് പഞ്ചായത്തിന്റെ സമ്മതത്തോടു കൂടിയാണ് ഇവര് ഇങ്ങനെ വന്നതെന്നാണ് അറിഞ്ഞത്. PT ഉഷയ്ക്ക് അത്ലറ്റിക് സ്കൂൾ തുടങ്ങാൻ പാട്ടവ്യവസ്ഥയിൽ കിനാലൂരിൽ സർക്കാർ കൈമാറിയ 30 ഏക്കർ ഭൂമിയാണിത്. ഇതിന് നടുവിലൂടെയുള്ള റോഡിലൂടെ പട്ടികജാതിക്കാർ ഉൾപ്പെടെ 20 കുടുംബങ്ങൾ വഴി നടക്കുന്നുണ്ട്. മലമുകളിലെ വീടുകളിലേക്ക് ശുദ്ധജല പൈപ്പുകൾ സ്ഥാപിക്കാൻ ഈ റോഡിൽ കുഴിയെടുത്തു. പാതിയോളം ഭാഗത്ത് പൈപ്പിട്ട ശേഷം കുഴി അടയ്ക്കുകയും ചെയ്തു. ഇതിനിടെ ഉഷ സ്കൂൾ അധികൃതർ ഇടപെട്ട് പ്രവൃത്തി നിർത്തിവെപ്പിക്കുകയായിരുന്നു. ഈ അടുത്തായിട്ട് പിന്നെ പഞ്ചായത്തിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൈപ്പിടുന്ന പരിപാടി ഇവിടെ തുടങ്ങിയാണ്. അപ്പം അത് പിന്നെ അവിടെ എന്തോ ബിൽഡിംഗ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പിന്നെ PT ഉഷയുടെ ആൾക്കാർ ഇവർ തടയും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ ഉഷാ മേഡത്തോട് ഞങ്ങൾക്ക് യാതൊരു വിരോധവുമില്ല. ഇതിലാണ് റോഡ് ഉള്ളതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതിലാണ് ഓല് റോഡ് തന്നത്. ഇത് ഞങ്ങൾ പൊതുവായി ഉപയോഗിക്കുന്ന വഴിയാണ്, വർഷങ്ങളോളമുള്ള വഴിയാണ്. ആ വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം പഞ്ചായത്ത് ചെയ്തത്. പനങ്ങാട് പഞ്ചായത്തിന്റെ രേഖകളിൽ ഇപ്പോഴും റോഡ് പൊതുവാണെന്ന് പ്രസിഡന്റ്. അപ്പോൾ ഞങ്ങൾക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ PT ഉഷയുടെ സ്ഥാപനം നിലനിൽക്കണം, അത് വളർന്ന് വികസിക്കണം, അവിടെയുള്ള കുട്ടികൾ അറിയപ്പെടുന്നവരുമായി മാറണം PT ഉഷയെ പോലെ തന്നെ. അതോടൊപ്പം തന്നെ മറുഭാഗത്തുള്ള ഈ പാവപ്പെട്ട പട്ടികജാതി കുടുംബങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടാൻ പാടില്ല. ഇപ്പോഴത് എന്താക്കിയെന്ന് വെച്ചാൽ CPMന്റെ പൊടി അവിടെ കെട്ടിയിട്ടുണ്ട്. CPM PT ഉഷയ്ക്കെതിരായിട്ട് പ്രതികാരം ചെയ്യാണ് എന്നിട്ടുള്ള യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. 2014 റോഡിൽ പ്രദേശവാസികൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തിയതിനെതിരെ ഉഷ സ്കൂൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. പേരാമ്പ്ര കോടതിയുടെ വിധി പഞ്ചായത്തിന് അനുകൂലമായതോടെ ഇത്തവണ ഗ്രാമപഞ്ചായത്ത് റോഡ് നവീകരണത്തിന് 13 ലക്ഷം രൂപ വകയിരുത്തുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടെയാണ് PT ഉഷ രംഗത്തു വരുന്നത്. PT ഉഷ MP പറയുന്നതാണോ അതോ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും പറയുന്നതാണോ ശരി? മലമുകളിലെ 20ഓളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം എത്തിക്കുന്നതിന് പൈപ്പ് സ്ഥാപിക്കാൻ റോഡിൽ കുഴിയെടുത്തു എന്നുള്ളത് വാസ്തവമാണ്. അല്ലാതെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഈ ഭൂമിയിൽ നടന്നിട്ടില്ല എന്നതാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞത്. ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം S വിനേഷ് കുമാർ, News 18 കോഴിക്കോട്. അതേസമയം PT ഉഷയുടെ ആരോപണം പ്രാദേശിക വിഷയമാണെന്നും അത് പെരുപ്പിച്ച് കാണിക്കേണ്ടതില്ലെന്നും കായികമന്ത്രി V അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒരക്രമവും ആർക്കെതിരെയും നടന്നിട്ടില്ല. ഡൽഹിയിൽ പോയി പറയേണ്ട വിഷയമല്ല ഇതെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. PT ഉഷ സ്കൂളിനെതിരെ വിദ്വേഷ പ്രചാരണമാണ് CPM നടത്തുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ഇതിൽ നിന്നും CPM പിന്മാറണം. ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിനെ തകർക്കാനുള്ള നീക്കത്തിനെതിരെ മുഖ്യമന്ത്രി ഇടപെടണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കണ്ണൂർ കൊട്ടിയൂർ പാലുകാച്ചിയിൽ പുലിയുടെ സാന്നിധ്യം. വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. മേഖലയിലെ പശുവിനെ പുലി ആക്രമിച്ചതോടെയാണ് ക്യാമറ സ്ഥാപിച്ചത്. പുലിയുടെ സാന്നിധ്യം വനാതിർത്തിയിലാണെന്ന് വനംവകുപ്പ് അറിയിച്ചു. വയനാട് നെന്മേനി എടക്കൽ പ്രദേശത്ത് വീണ്ടും കടുവയുടെ സാന്നിധ്യം. വെള്ളച്ചാട്ടം കവലയ്ക്കടുത്ത് തോട്ടത്തിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. കടുവ സാന്നിധ്യം സ്ഥിരീകരിച്ച വനംവകുപ്പ് പ്രദേശത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഭാവി കാര്യങ്ങൾ ആലോചിക്കാൻ വൈകിട്ട് അമ്പുകുത്തി ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ യോഗം ചേരുകയും ചെയ്തു. വനമൃഗശല്യത്തിനെതിരെ കർഷകർ വാരിക്കുഴി സമരത്തിന് ഒരുങ്ങുകയാണ്. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് സമരം. ആനകളെ വെടിവെക്കുമെന്ന ഇടുക്കി DCC പ്രസിഡന്റിന്റെ പ്രസ്താവന ഗുരുതരമെന്ന മന്ത്രി AK ശശീന്ദ്രൻ. വനം കൊള്ളക്കാരുമായി ബന്ധമുണ്ടെന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം. നിയമം കയ്യിലെടുക്കാൻ ആഹ്വാനം ചെയ്യുന്നത് പോലെയാണ് മാത്യുവിന്റെ വാക്കുകളെന്നും മന്ത്രി വിമർശിച്ചു. താൻ വിളിച്ച യോഗത്തിൽ CP മാത്യുവും പങ്കെടുത്തു. തീരുമാനങ്ങൾ അംഗീകരിച്ചതാണെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. ഇടുക്കിയിലെ ആനകളെ തുരത്താൻ എല്ലാ നടപടികളും വനംവകുപ്പ് സ്വീകരിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി.
SFI മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന അഡ്വക്കേറ്റ് KT മാത്യു അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പെരുമ്പാവൂരിലായിരുന്നു അന്ത്യം. CPM മാരാരിക്കുളം ഏരിയ കമ്മിറ്റി അംഗമായ മാത്യു DYFI മുൻ സംസ്ഥാന നേതാവും ആലപ്പുഴ മുൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ആയിരുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായ പാണിയേലി പോര് വെള്ളച്ചാട്ടത്തിൽ സുഹൃത്തുക്കൾക്കൊപ്പം ഇറങ്ങുന്നതിനിടയിലാണ് അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ആകാശത്ത് വിസ്മയം തീർത്ത് സൂര്യകിരൺ എയറോബാറ്റിക് ടീമിന്റെ വ്യോമാഭ്യാസം. ശംഖുമുഖം തീരത്ത് നടന്ന എയറോബാറ്റിക് ഷോ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു. വ്യോമാഭ്യാസം വീക്ഷിക്കാൻ നിരവധി പേരാണ് എത്തിയത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ GS തില്ലോണിന്റെ നേതൃത്വത്തിലായിരുന്നു അഭ്യാസ പ്രകടനം. ന് ശേഷം ഒരിക്കൽ കൂടി ശംഖുമുഖം തീരം വ്യോമസേനയുടെ ശക്തിപ്രകടനത്തിന് സാക്ഷിയായി. ഇന്ത്യൻ വായുസേനയുടെ യുദ്ധവിമാനങ്ങളിലെ പൈലറ്റുമാർക്ക് പരിശീലനം നൽകുന്ന സൂര്യകിരൺ ടീം. Let me tell you that the team is based in Bidar, Karnataka. At this base, our team trains for 6 months, day in and out, and showcases the capabilities of the Indian Air Force for the rest of the 6. ഏഷ്യയിലെ തന്നെ മികച്ച വ്യോമാഭ്യാസ സംഘം സൂര്യകിരണിന്റെ എയറോബാറ്റിക് ഷോ കാണികളെ അമ്പരപ്പിച്ചു. Across the length and breadth. From the left, the team is now performing a barrel roll. Suryakiran's are making a forward-moving spiral in the skies without changing their diamond formation. This beautiful diamond in the skies is dedicated to all the beautiful ladies in the audience today. ചുവപ്പും വെള്ളയും നിറമുള്ള MK 132 ശ്രേണിയിൽ ഉൾപ്പെടുന്ന ഹോക്ക് യുദ്ധവിമാനങ്ങൾ നടത്തിയ അഭ്യാസ പ്രകടനങ്ങൾ കാണികളിൽ ആവേശവും കൗതുകവും നിറച്ചു. എയറോബാറ്റിക് ഷോ കാണാൻ നിരവധി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും എത്തി. एयरफोर्स की है, बहुत अच्छा लगा. Excellent, fantastic. It was excellent. Super program. Okay. हाँ, बहुत अच्छा लगा मेरे को, बहुत अच्छा लगा. Very nice. बहुत अमेजिंग था, बहुत मजा आया था. Very interesting it was. Interesting ആയിരുന്നു. ഇന്ത്യൻ വ്യോമസേനയുടെ സൂര്യകിരൺ 1996 മുതൽ അഭ്യാസ കാഴ്ച ഒരുക്കുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തുമായി 600 ഷോ പൂർത്തിയാക്കി. ആകാശത്തെ വിസ്മയ കാഴ്ച എന്നതിനപ്പുറം വ്യോമസേനയുടെ കരുത്ത് തെളിയിക്കുന്നത് കൂടിയായി ഇന്ന് ശംഖുമുഖത്ത് സൂര്യകിരൺ നടത്തിയ അഭ്യാസ പ്രകടനം. ബിപിൻ മുരളിക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ദിവസങ്ങളോളം രാജ്യത്തിന് മുകളിൽ പറന്ന ചൈനീസ് ചാര ബലൂൺ വെടിവെച്ചിട്ട് അമേരിക്ക. 20 കിലോമീറ്ററോളം ഉയരത്തിൽ പറന്ന ബലൂൺ യുദ്ധവിമാനം ഉപയോഗിച്ചാണ് തകർത്തത്. ചാര ബലൂണിൽ അമേരിക്ക ചൈന നയതന്ത്ര ബന്ധം വീണ്ടും വഷളായി. ഇന്ത്യയെ നിരീക്ഷിക്കാൻ ചാരക്കപ്പലുകളുമായി വന്ന് ഇടയ്ക്കിടെ ലങ്കൻ തീരത്ത് നങ്കൂരമിടുന്ന ചൈന അമേരിക്കയ്ക്ക് മുകളിൽ പറത്തിയത് കൂറ്റൻ ബലൂൺ. ഹീലിയം നിറച്ച ചാര ബലൂൺ ദിവസങ്ങൾക്ക് മുമ്പേ അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ കണ്ണിൽപ്പെട്ടു. വെടിവെച്ചിട്ടാൽ ജനങ്ങൾക്കുള്ള സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് നടപടി വൈകിപ്പിക്കുകയായിരുന്നു. പ്രസിഡന്റ് ജോ ബൈഡന്റെ അന്തിമാനുമതി കിട്ടിയതോടെ കരോലിന തീരത്തിന് 6000 അടിക്ക് മുകളിൽ F-22 യുദ്ധവിമാനങ്ങൾ കുതിച്ചു. വിമാനത്തിൽ നിന്നുള്ള ചെറു മിസൈൽ ബലൂൺ തകർത്തു. On Wednesday, when I was briefed on the balloon, I ordered the Pentagon to shoot it down on Wednesday as soon as possible. They decided, without doing damage to anyone on the ground, they decided that the best time to do that was as it got over water outside within 12-mile limit. They successfully took it down,
and I want to compliment our aviators who did it, and we'll have more to report on this a little later. ക്യാമറകളും റഡാറുകളും സെൻസറുകളും ഘടിപ്പിച്ച ബലൂണിലെ സോളാർ പാനലിന് 2 ബസ്സുകളുടെ വലിപ്പമുണ്ട്. അമേരിക്കൻ നടപടിയിൽ അതൃപ്തി ചൈന പരസ്യമാക്കി. ശക്തമായ തിരിച്ചടിയുണ്ടാകുമെന്നും അമേരിക്കയുടേത് അമിത പ്രതികരണമെന്നും മറുപടി. ചാരവൃത്തിക്കുള്ളതല്ലെന്നും അബദ്ധം പറ്റിയാണ് ബലൂൺ യുഎസിന് മുകളിലെത്തിയതെന്നും ചൈന നേരത്തെ സമ്മതിച്ചിരുന്നു. ഇതിനിടെ ട്രംപിന്റെ ഭരണകാലത്തും 3 ചാര ബലൂണുകൾ അമേരിക്കയ്ക്ക് മുകളിലെത്തിയെന്ന് പെന്റഗൺ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ബലൂണിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാവുകയാണ്. അടുത്ത ദിവസത്തെ ചൈന സന്ദർശനം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ റദ്ദാക്കി. 2018 മൈക്ക് പോംപിയോ ആണ് അവസാനമായി ചൈനയിലെത്തിയ അമേരിക്കൻ ഭരണത്തിലെ ഉന്നതൻ. ബലൂൺ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ അമേരിക്കൻ നാവിക കപ്പലുകൾ തെരച്ചിൽ തുടങ്ങി. ഇതിനിടെ കോസ്റ്ററിക്കയ്ക്ക് മുകളിലും സമാനമായ ബലൂൺ കണ്ടെത്തിയെന്ന റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഭാര്യയെ തല്ലിയതിന് മുൻ ക്രിക്കറ്റ് താരം വിനോദ് കാംബ്ലിക്കെതിരെ കേസെടുത്ത മുംബൈ പോലീസ്. മദ്യലഹരിയിൽ ആക്രമിച്ചുവെന്നാണ് പരാതി. പാചകത്തിന് ഉപയോഗിക്കുന്ന പാനിന്റെ ഹാൻഡിൽ കൊണ്ട് എറിഞ്ഞുവെന്നും തലയ്ക്ക് പരിക്കേറ്റുവെന്നും ഭാര്യ ആൻഡ്രിയ നൽകിയ പരാതിയിൽ പറയുന്നു. ബാറ്റ് കൊണ്ട് മർദ്ദിക്കാൻ ശ്രമിച്ചതായും പരാതിയിലുണ്ട്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ തെരുവിൽ അതിജീവന സമരവുമായി സ്പെഷ്യൽ ടീച്ചർമാർ. സ്ത്രീകളടക്കം 100ഓളം പേർ കഴിഞ്ഞ 18 ദിവസമായി ശമ്പള വർധനവ് ആവശ്യപ്പെട്ട നടുറോഡിലാണ്. ബക്കറ്റ് പിരിവിലൂടെ കിട്ടുന്ന തുക വച്ചാണ് ഓരോ ദിവസവും കഴിക്കാനുള്ള വക പോലും ഇവർ കണ്ടെത്തുന്നത്. തലസ്ഥാന നഗരി ഉറങ്ങുമ്പോൾ പാട്ടും മേളവുമായി ഈ അധ്യാപകർ ഇന്ന് തെരുവിലാണ്. സ്ത്രീകളടക്കം 100ഓളം പേർ കഴിഞ്ഞ 18 ദിവസമായി ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ഈ നടു റോഡിലാണ്. കോഴിക്കോട് സ്വദേശി കീർത്തന സമരം തുടങ്ങിയ അന്നു മുതൽ ഇവിടെയുണ്ട്. എന്നും രാത്രിയാകുമ്പോൾ മകൻ വിളിക്കും. അമ്മയെ കാണണമെന്ന് പറഞ്ഞ് കരയും. 18 ദിവസമായി ഞാനിവിടെ വന്നിട്ട്. പിന്നെ എനിക്കൊരു ചെറിയ മോനാണുള്ളത്. അപ്പോൾ ദിവസവും വീഡിയോ കോൾ ചെയ്തിട്ട് അമ്മ എന്നാ വരിക എന്ന് ചോദിച്ച് കരയാറാണ്. നടു റോഡിലുള്ള സമരമായതിനാൽ തന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും വഴിയില്ലാതെ ഇവർ ബുദ്ധിമുട്ടുന്നു. ഇപ്പൊ രാത്രിയാണെങ്കിലും ഒരാൾക്ക് ഇപ്പൊ യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ ഇവര് അവിടെ ഞങ്ങളൊരു 5-6 ആൾക്കാർ ഒന്നിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ 2 ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. 6 വർഷം മുമ്പ് 28,000 രൂപ ശമ്പളത്തിൽ ജോലിക്ക് കയറിയവർ ഇന്ന് ഒരു നേരത്തെ അന്നത്തിനായി ബക്കറ്റ് പിരിവ് നടത്തുകയാണ്. പല കാലങ്ങളിലായി ആ തുക വെട്ടിക്കുറച്ച് ഒടുവിൽ 10,000-ലെത്തി. PF തുകയുടെ പിടുത്തവും കഴിഞ്ഞ് കിട്ടുന്നതോ 8,000 രൂപയും. വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ 2 ഘട്ട ചർച്ച നടന്നിട്ടും തീരുമാനമായില്ല. കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറച്ചതിനാൽ ശമ്പളത്തിൽ വലിയ മാറ്റം വരുത്താനാവില്ല എന്നതാണ് സർക്കാർ നിലപാട്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എല്ലാം ചെയ്തു തരാനുള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്നത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള അധ്യാപകരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ സർക്കാരിനുണ്ട്. അതുകൂടെ സംരക്ഷിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. എന്തിനേറെ പറയുന്നു, കേരളത്തിലെ വിദ്യാഭ്യാസ വികസനം ചർച്ച ചെയ്യാനെത്തിയ ഫിൻലാൻഡ് സംഘത്തെ പോലും സർക്കാർ ഈ വഴി മാറ്റിവിട്ടു. കാരണം രാവെന്നോ പകലെന്നോ ഇല്ലാതെ സമരം ചെയ്യുന്ന ഈ അധ്യാപകരെ കാണാതിരിക്കാൻ. ഈ കേരള മോഡൽ വിദേശ സംഘം കാണണ്ടെന്ന് അധികൃതർ അങ്ങ് തീരുമാനിച്ചു. ക്യാമറമാൻ ഹരികൃഷ്ണനോടൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. ആരോഗ്യമേഖലയിൽ ജനകീയ പ്രവർത്തനം നടത്തുന്ന ആശാ വർക്കർമാർക്കായി പാലക്കാട് സംഘടിപ്പിച്ച കലാമേള ആശാ ഫെസ്റ്റ് ശ്രദ്ധേയമായി. ജില്ലയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നായി 100 കണക്കിന് ആശാ വർക്കർമാരാണ് കലാമത്സരങ്ങളിൽ പങ്കെടുത്തത്. ഉദ്ഘാടന സമയം തൊട്ടേ ആവേശത്തിലും അതിലേറെ സന്തോഷത്തിലുമായിരുന്നു ആശാവർക്കർമാർ. കുട്ടികളെപ്പോലെ മത്സരങ്ങളിൽ ആവേശപൂർവ്വം പങ്കെടുത്തു. ജോലിയുടെ സമ്മർദ്ദമില്ലാതെ അവർ ആടിപ്പാടി. പാട്ടിനൊത്ത താളവും അതിനൊത്ത ഈണവും നാടൻ പാട്ടിനെ ആസ്വാദ്യകരമാക്കി.
ഇത്തരമൊരു കലാമേള സംഘടിപ്പിച്ചതിലും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുമുള്ള സന്തോഷത്തിലായിരുന്നു എല്ലാവരും. നല്ലതാണ്. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട്, മക്കളും എല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. നല്ല റിലാക്സ് തന്നെയാണ്. വളരെ സന്തോഷമാണ്. കാരണം ഞങ്ങൾ ഇതുവരെ ഇങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ വളരെ സന്തോഷമാണ്. ആദ്യമായാണ് ആശാ വർക്കർമാർക്കായി ഇത്തരമൊരു കലാമേള സംഘടിപ്പിക്കുന്നത്. നമുക്കറിയുന്ന മറ്റേ ഫ്ലഡിന്റെ സമയത്താണെങ്കിലും കോവിഡിന്റെ സമയത്താണെങ്കിലും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അപ്പോൾ അതെല്ലാം അവരുടെ എല്ലാ ഇതിൽ നിന്നും ഒരു വിട്ട് അവർക്കായിട്ട് ആഘോഷിക്കാനുള്ള ഒരു ഇതായിട്ടാണ് സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ആശമാരുടെ ഒരു ഫെസ്റ്റ് നടത്തുന്നത്. നാടൻ പാട്ടിന് പുറമെ സംഘനൃത്തം, മൈം എന്നിവയിലും മത്സരം നടന്നു. മത്സരത്തിന് തിരശീല വീണപ്പോൾ കലാപ്രകടനങ്ങൾ നടത്താൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിൽ മനം നിറഞ്ഞ് ആശാവർക്കർമാർ മടങ്ങി. ന്യൂസ് 18 പാലക്കാട്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.